ഹലോ ഗായ്സ്, അപ്പോൾ PSC ഷോർട്ട് കട്ട്സിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് ഞാൻ ഏതൊക്കെ ഓൺലൈൻ കോഴ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെന്നും ഏതൊക്കെ നോട്ട് റെഫർ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ എൻ്റെ നോട്ട്സ് എല്ലാം സ്റ്റിക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. നമ്മളിപ്പോൾ സ്വന്തം വീട്ടിലല്ല താമസിക്കുന്നത്, അപ്പം അതുകൊണ്ട് നമുക്ക് ഭിത്തിയിൽ ഇതൊക്കെ എഴുതി ഒട്ടിക്കൽ അത് ഇച്ചിരി റിസ്ക് ഉള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അലമാരി ഇങ്ങനെ തുറക്കുന്നിടത്ത് തന്നെ ഞാനിതെല്ലാം എഴുതി ഒട്ടിച്ച് വെച്ചേക്കുക. അതാകുമ്പം തുണിയൊക്കെ മടക്കി വയ്ക്കാനോ അങ്ങനെ എന്തെങ്കിലും ജോലികൾക്കൊക്കെ റൂമിലോട്ട് വരുമ്പം അലമാരി അങ്ങ് തുറന്നിട്ട് കഴിഞ്ഞാൽ എനിക്കിത് കാണുമ്പം പെട്ടെന്നൊരു ക്വിക്ക് റിവിഷൻ ആകും. പിന്നെ ഇത് ഞാൻ പ്രിലിംസിൻ്റെ സമയത്ത് പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയും ആ മാർക്കിൻ്റെ വെയിറ്റേജ് ഞാൻ റഫായിട്ട് എഴുതി ഒട്ടിച്ച് വെച്ചേക്കുന്നത്. ഏതൊക്കെ ഏരിയയ്ക്ക് ഫോക്കസ് കൊടുക്കണമെന്നുള്ളതൊക്കെയാണ്. പിന്നെ ഞാൻ ഹോട്ട് ടോപ്പിക്സ് എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു. അറിയാമല്ലോ, ഞാനൊരു 6 മാസം ആയതേ ഉള്ളത് പഠിക്കാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ട് ഞാൻ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അത് മാത്രമല്ല ഇച്ചിരി സ്മാർട്ട് സ്റ്റഡി എന്നുള്ള രീതിയിലാണ് ഞാൻ അത് ഉദ്ദേശിച്ചത്. പിന്നെ ഇന്ന് എൻ്റെ ഡേ 3 ആണ്, പക്ഷേ ഞാൻ ഇന്ന് എടുക്കുന്നത് ഡേ 2 വീഡിയോ ആണ്. ഇപ്പോൾ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്ന ചാലഞ്ചിൽ 100 ഡേയ്സ് കൺസിസ്റ്റൻസി ചാലഞ്ച് 100 ഡേയ്സും കംപ്ലീറ്റ് ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഇന്നിപ്പം മോൾക്ക് ഇച്ചിരി പനി ആയതുകൊണ്ട് എനിക്ക് രാവിലെ എണീക്കാനൊന്നും പറ്റിയില്ല. കുഞ്ഞിൻ്റെ കൂടെ തന്നെ കിടക്കണമായിരുന്നു. അവളും എൻ്റെ കൂടെ തന്നെ എണീറ്റ് വരുമായിരുന്നു. അതുകൊണ്ട് രാവിലത്തെ പഠിത്തമൊന്നും നടന്നില്ല. ഇപ്പോൾ പഠിക്കാനിരിക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ അങ്ങ് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ട് പഠിക്കാനിരിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് ഏറ്റവും ടഫുള്ള സബ്ജക്റ്റ് ഇംഗ്ലീഷും മാത്സുമാണ്. ഇംഗ്ലീഷ് എനിക്ക് എങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാലും ഒരു 6-7 നെഗറ്റീവ് മാർക്ക് വന്നിരിക്കും. അറ്റൻഡ് ചെയ്യേണ്ടെന്ന് പോയാൽ പോലും പക്ഷേ ആ സമയത്ത് ഞാൻ കറക്കിയെങ്കിലും കുത്തിയിരിക്കും. അത് ചെയ്യരുത് എന്നുള്ള രീതിക്കായിരിക്കും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. പക്ഷേ എക്സാം ഹോളിൽ ചെല്ലുമ്പം തനിയെ ഞാനതങ്ങ് കുത്തും. അങ്ങനെ എനിക്ക് ഏറ്റവും ടഫാണ് ഇംഗ്ലീഷും മാത്സും. അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ ഇച്ചിരി ഫോക്കസ് കൂടുതൽ കൊടുക്കുന്നത് ഇംഗ്ലീഷും മാത്സിനും. പിന്നെ ഞാൻ ഏതൊക്കെ ഓൺലൈൻ കോഴ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സൂപ്പർ നോട്ട്സിൻ്റെ ഡിഗ്രി മെയിൻസ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ KAS റാങ്കറും പർച്ചേസ് ചെയ്തിട്ടുണ്ട്. സൂപ്പർ നോട്ട്സിൻ്റെ PDF കുറിച്ച് പറയാനാണെങ്കിൽ അത് നല്ല അടിപൊളി നോട്ടാണ്. അതിനകത്തിലെല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള നല്ല നോട്ടാണ്. നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിഗ്രി ലെവൽ മെയിൻസിന് പറ്റിയ നല്ല സൂപ്പർ നോട്ട്സിൻ്റെ നോട്ട്. KAS റാങ്കറിനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വായിച്ചെടുക്കാൻ ഒന്നുകൂടെ എളുപ്പം KAS റാങ്കറിൻ്റെയാണ്. അതിനകത്തിൽ സാറിൻ്റെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഒഴിച്ച് ബാക്കിയെല്ലാം മലയാളത്തിൽ കിട്ടും. പക്ഷേ പെട്ടെന്ന് മനസ്സിലാക്കാനും നല്ല ഇമേജസ് ഒക്കെ കൊടുത്ത് നമുക്കത് പെട്ടെന്ന് ക്യാച്ചി ആയിട്ടുള്ള രീതിയിൽ ഉള്ള നോട്ട് KAS റാങ്കറിൻ്റെയാണ്. അപ്പം രണ്ടിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ് ഉണ്ട്. പിന്നെ ഞങ്ങൾക്കൊരു കമ്പൈൻ സ്റ്റഡിക്ക് വേണ്ടിയിട്ടൊരു കുഞ്ഞു ഗ്രൂപ്പുണ്ട്. ഒരു 3-4 പേരുള്ളൊരു ചെറിയൊരു ഗ്രൂപ്പുണ്ട്. അതിലിങ്ങനെ ഡെയിലി ടോപ്പിക്സ് ഞങ്ങൾക്കായിട്ട് കിട്ടുന്ന ഇംഗ്ലീഷിൻ്റെ തന്നെ ഇപ്പോൾ വൊക്കാബുലറി, മലയാളത്തിൻ്റെ വൊക്കാബുലറി ഒക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് ഇപ്പം നല്ലൊരു കൂട്ടത്തോടുള്ളൊരു പ്രയത്നമാണ് ഇപ്പം നടക്കുന്നത്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സഹകരണമാണ്. ഇപ്പം ഒരു ടോപ്പിക്കിൻ്റെ നോട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് അതിൻ്റെ പല നോട്ട് ഓരോരുത്തരുടെ കയ്യിൽ ഏതൊക്കെയാണോ കിട്ടുന്നത് അവരൊക്കെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. അപ്പം നമുക്ക് ഇച്ചിരി കൂടെ അറിവുകൾ കൂടുതലും നോട്ട്സ് കൂടുതലും കിട്ടും. പിന്നെ ഡെയിലി ചെറിയ ടൈം ടേബിളൊക്കെ കിട്ടും. അങ്ങനെയാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ എന്തായാലും അടിപൊളിയായിട്ട് പോകുന്നത്.